എൻ്റെ ഒരു അമ്മായി ഇങ്ങനെ വന്നതിനോട് പറഞ്ഞ് മോനെ ഒന്ന് പഠിപ്പിക്കണം, പിന്നെ നീ വലിയ NIT പഠിച്ചതൊക്കെ ഒന്ന് മാത്സ് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ മുങ്ങാനൊരു വഴിയുമില്ല. എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ഒരു പണിയില്ലാതിരിക്കുക എന്നുള്ളത്. ഞാൻ പഠിപ്പിക്കുന്ന ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവനെ ഇങ്ങനെ അടുത്തിരുത്തി തന്നെ എൻ്റെ ഫേസ് ഒന്നും റിവീൽ ചെയ്യാനുള്ള ഗഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ എഴുതുന്നത് മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളെ വോയിസും അത് ഇതുപോലെ സംസാരിക്കുന്ന വോയിസും കൂടെ വെച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ആൻഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. ഒത്തിരി കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അതായത് ഒരു സമയത്ത് ഡെയിലി 100K 200K വ്യൂസ് ഒക്കെ വരുമായിരുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി രാത്രി എൻ്റെ അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് ഒരു 30 lakh rupees ആണ് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ വഴി. അങ്ങനെയാണ് എഡ്യൂപോർട്സ്. കഴിഞ്ഞ 100 years ആയിട്ട് ഒരുവിധ എല്ലാ മേഖലയിലും വമ്പിച്ച മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷനിൽ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ശംഭുവിന്റെ പാരന്റ് ഇരുന്ന് അതേപോലത്തെ ക്ലാസ് റൂമിലായിരിക്കും ശംഭുവും പഠിച്ചിട്ടുണ്ടാവാം. മേ ബി ശംഭുയുടെ കുട്ടികളും അതേ ക്ലാസ് റൂമിലായിരിക്കും. ചിലപ്പോൾ ഒരു ഡിജിറ്റൽ ബോർഡോ അല്ലെങ്കിൽ പ്രൊജക്ടറോ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. വേറെ കാര്യമായിട്ടൊരു മാറ്റം മാത്രം. പക്ഷെ ആ മാറ്റമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരാൻ പോകുന്നത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവള് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം 10th മുതൽ അവൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കീമോതെറാപ്പി സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ അവള് 10th മുതൽ എഡ്യൂപോർട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +1 പഠിച്ചു, +2 ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 10th അവൾക്ക് ഫുൾ A+ ആണ്. +1 520-ൽ 518 മാർക്കുണ്ട്. 2 മാർക്ക് പോയത് ഇംഗ്ലീഷിൽ മാത്രമാണ്. ഞാനിങ്ങനെ കുട്ടികളായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കഥകൾ. അപ്പോഴത്തെ ജനറേഷന് വാല്യൂ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർക്ക് വളരെ നമുക്കൊന്നും ഇല്ലാത്തൊരു സാധനം. ഇപ്പം വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ജോബ് മുതൽ അവർ hourly വേജിലാണ്. 1 മണിക്കൂറിന് ഇത്ര പൈസ. അപ്പം നമ്മളോടൊക്കെ ഇപ്പോഴും നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് നമ്മുടെ വാല്യൂ ഓഫ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ ഭയങ്കര സ്മാർട്ടാണ്. അതായത് അവരുടെ വാല്യൂ വാല്യൂ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നുന്നത് എഡ്യൂപോർട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് ഉള്ളത്. അതായത് പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഒക്കെ എനിക്ക് 30 minutes കിട്ടുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ എൻ്റെ വാല്യൂ ദേ ആർ ഏബിൾ ടു അപ്രീഷിയേറ്റ് ഓർ അണ്ടർസ്റ്റാൻഡ്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചു മീഡിയ. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ്, ഹൈലൈറ്റ് മോളിലാണ്. അവിടെ ഒരു ബിസിനസ് സ്പേസിലാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ പേര് എഡ്യൂപോർട്ട് എന്നാണ്. തീർച്ചയായിട്ടും ഇത് റിലേറ്റഡ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്യൂഷൻസ് ആണ്. എനിക്കൊന്ന് 7th to 12th വരെയുള്ള ഗ്രേഡ് സ്റ്റുഡൻസിന് ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് ഉണ്ട് ആൻഡ് ത്രൂ AI. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഡിഫറെൻറ്റ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ ഇപ്പോഴാണ് ടുഡേ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫൗണ്ടറും അതുപോലെ തന്നെ CEO ആണ് അജാസും ആൻഡ് അക്ഷയും. ഹലോ. ഹായ് ശംഭു. താങ്ക് യു. എന്തുണ്ട് പറയൂ, നിങ്ങളുടെ സ്പേസിൽ അതുപോലെ വരാൻ പറ്റി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. അടിപൊളി. ഇപ്പൊ ഇവിടെ എത്ര എംപ്ലോയീസ് ഒക്കെ ഉണ്ട് അപ്പോൾ എഡ്യൂപോർട്ടിന്റെ ഇവിടെ? ഞങ്ങൾക്കിപ്പോൾ ഒരു 400+ എംപ്ലോയീസ് ഉണ്ട് ടോട്ടലായിട്ട്. അതിൽ കുറച്ച് ആൾക്കാർ ഓഫീസിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറച്ച് പേര് വർക്ക് ഫ്രം ഹോം ആണ്. മാർക്കറ്റിംഗിന്റെ ഒക്കെ ആൾക്കാർ പുറത്തായിരിക്കാം അല്ലേ? അതെ, മെയിൻലി നമ്മൾ മെന്റേഴ്സ് ആണ്. അതായത് നമ്മളെ കൂടെ ഏത് കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അവർ പഠിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് മെന്റേഴ്സ് ഉണ്ടാവും. അവർ 100% വർക്ക് ഫ്രം ഹോം ആയിട്ടാണുള്ളത്. ശരി, നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഫൗണ്ടറാണ്. എൻ്റെ പേര് അജാസ് എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. കോഴിക്കോട് NIT BTech കഴിഞ്ഞതാണ്. 2012 പാസ് ഔട്ടാണ്. പിന്നെ പല ജോലികളൊക്കെ ചെയ്ത് അൾട്ടിമേറ്റ്ലി ഈ ഒരു ഇതിലേക്ക് എത്തിയതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആക്സിഡന്റൽ ഓൺട്രപ്രണറാണെന്ന് വേണേൽ പറയാം. അത് ഞാൻ 2018 വരെ ക്യാമ്പസ് പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ നാട്ടിലേക്ക് വന്നു. പുറത്തായിരുന്നു, ദുബായിലായിരുന്നു. അപ്പം മെഡിക്കൽ ടൂറിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെന്റിന് വരുന്ന വിദേശികൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റാലിറ്റി എൻഡ് ടു എൻഡ് ചെയ്തു കൊടുക്കുക. അതിന്റെ പേര് മെഡ്പോർട്ട് എന്നായിരുന്നു. അപ്പം നല്ല രീതിയിൽ പോകുമ്പോഴാണ് കോവിഡ് ഹിറ്റ് ചെയ്തു. ആ ഫസ്റ്റ് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത് പണി കിട്ടും എന്നുള്ളത്. പെട്ടെന്ന് തന്നെ എന്താണ് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി. യെസ്, ആൻഡ് വെറുതെ പണിയൊക്കെ പോയി. പ്രത്യേകിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ നല്ല രീതിയിൽ ചീത്ത കേൾക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ജോലിയും കളഞ്ഞിട്ടാണ് വന്നത്. അപ്പം ആ സമയത്ത് ശംഭുവിന് ഓർമ്മ ഉണ്ടാവും, ഒരുവിധ എല്ലാ സ്റ്റേറ്റും എല്ലാ എക്സാമും ക്യാൻസൽ ചെയ്തപ്പം കേരള ഗവൺമെന്റ് മാത്രം എക്സാം ക്യാൻസൽ ചെയ്തില്ല, പോസ്റ്റ്പോൺ ചെയ്തു. അതായത് മാത്സ് എക്സാമിന്റെ തൊട്ട് തലേന്നാണ് ലോക്ക്ഡൌൺ വന്നത്. അപ്പം പോസ്റ്റ്പോൺ ചെയ്തു. ആൻഡ് അന്ന് ഈ ഓൺലൈൻ ക്ലാസ്സും ലേണിംഗ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു അമ്മായി ഇങ്ങനെ വന്നതിനോട് പറഞ്ഞ് മോനെ ഒന്ന് പഠിപ്പിക്കണം,
പിന്നെ നീ വലിയ NIT പഠിച്ചതൊക്കെ എല്ലാം ഒന്ന് മാത്സ് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കാണെങ്കിൽ മുങ്ങാനൊരു വഴിയുമില്ല. എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ഒരു പണിയില്ലാതിരിക്കുക എന്നുള്ളത്. അപ്പം യെസ്, അവനിപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ ഞാനിങ്ങനെ എഴുതി പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. അവൻ്റെ കൂടെയുള്ള കുറച്ച് കച്ചറ കമ്പനിക്കാരെയും കൂടെ അവൻ കൂട്ടി വന്നു പഠിക്കാൻ. കൂട്ടത്തിലുള്ള ഒരു 4 ആൾക്കാർ, അത് ജസ്റ്റ് പാസിന് കുറച്ചും കൂടി മേലോട്ട് എത്താന്നുള്ള രീതി. അപ്പം എനിക്കിങ്ങനെ തോന്നി ഇത് ഞാൻ പഠിപ്പിക്കുന്ന ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവനിങ്ങനെ അടുത്തിരുത്തി തന്നെ എൻ്റെ ഫേസ് ഒന്നും റിവീൽ ചെയ്യാനുള്ള ഗഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ എഴുതുന്നത് മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളെ വോയിസും അത് ഇതുപോലെ സംസാരിക്കുന്ന വോയിസും കൂടെ വെച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ആൻഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പം അത് ഭയങ്കര ഹിറ്റായി. ഒത്തിരി കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അതായത് ഓരോ സമയത്ത് ഡെയിലി 100K 200K വ്യൂസ് ഒക്കെ വരുമായിരുന്നു. ആൻഡ് അങ്ങനെ എക്സാം കഴിഞ്ഞു, പ്രയോജനപ്പെട്ടു ആൾക്കാർക്ക്. യെസ്, പ്രയോജനപ്പെട്ടു. എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി കുട്ടികളും പാരൻസ് ഒക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, എൻ്റെ മോന് ജീവിതത്തിൽ ഇതുവരെ മാത്സിന് A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് A+ കിട്ടിയത്, നിങ്ങൾ +1 ക്ലാസ്സസ് തുടങ്ങുമോ ചോദിച്ചു. യെസ്. അപ്പം എനിക്ക് തോന്നിയത് കുഴപ്പമില്ലല്ലോ, കാരണം എന്തായാലും മറ്റേ പണി ഇപ്പം അടുത്തൊന്നും തുടങ്ങാൻ പറ്റൂല. അപ്പം അത് മെഡ്പോർട്ട് ആണെങ്കിൽ ഞാൻ എഡ്യൂപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജൂലൈ 28 തോന്നുന്നുണ്ട് ജസ്റ്റ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ +1 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് August 3 ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ 12,000 രൂപ ഫീസ്, 2 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ 6,500 വെച്ച് 13,000 പറഞ്ഞിട്ട്. ശരി. ആൻഡ് August 2 രാത്രി എൻ്റെ അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് ഒരു 30 lakh rupees അന്ന് വന്നു. +1 അഡ്മിഷൻ വഴി. അങ്ങനെയാണ് എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് തുടങ്ങിയത്. ഞാനും അജാസും തമ്മിലുള്ള ഒരു ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ സിംഗപ്പൂറാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ NUS-ലാണ് MBA ചെയ്തത്. അവിടെ നിന്ന് ഞാൻ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട് IBM-ലും അങ്ങനെ കുറെ വലിയ കമ്പനീസ്, സ്ട്രാറ്റജി ആൻഡ് ഓർഗനൈസേഷൻ. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ അജാസ് ഇങ്ങനെ വിളിച്ചു, എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഡെക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ തമ്മിൽ നേരത്തെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്സിൽ കുറച്ച് ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ഡെക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ആ സമയത്ത് വീഡിയോ നേരിട്ട് കണ്ടിട്ടില്ല. അതെ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ മൂപ്പരിങ്ങനെ, ഞാൻ പറഞ്ഞു ഇതിലൊരു USP ഇല്ല, ഡിഫറൻഷിയേറ്റർ ഇല്ല, നിങ്ങൾ ഈ ദുബായിലുള്ള നല്ല ജോലിയെ കളഞ്ഞിട്ട് എന്തിനാണ് ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ നിൽക്കുന്നത് നിങ്ങൾ? ഞാൻ അങ്ങനത്തെ നമ്മുടെ ലാസ്റ്റ് മെസ്സേജ് അതായിരുന്നു. അപ്പൊ മൂപ്പർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു 3 ലക്ഷം രൂപന്റെ ഗ്രാൻഡ് ആണ് വേണ്ടത്. ഞങ്ങൾ ആപ്ലിക്കേഷനൊക്കെ എത്ര ചെയ്തിട്ട് എനിക്ക് അതിലൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അജാസെ ജോലി കളയണ്ട, നല്ല ജോലിയല്ലേ, തിരിച്ചു പോയി. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് മെസ്സേജ്. അത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ആയപ്പോൾ മൂപ്പര് വീണ്ടും വേറൊരു TJ എബ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ TJ സിംഗപ്പൂർ വന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങടെ അജാസ് ഭയങ്കര സ്ട്രെച്ച്ഡ് ആണ്, എനിക്ക് വരാൻ പറ്റുമോ CEO ആയിട്ട്? പറഞ്ഞു, നോ വേ, ഞാനപ്പോൾ അവിടെ ഡൗൺ ടൗണിൽ നല്ല പെൻറ്റ് ഹൗസിൽ ജീവിക്കുന്നു, ഞാൻ ജസ്റ്റ് ഓസ്ട്രേലിയ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, കാനഡയിൽ പോകാൻ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, നീ ഒന്ന് ആലോചിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ, അപ്പം അവർ പറഞ്ഞു, TJ പറഞ്ഞിട്ട് ഒരു 400 എംപ്ലോയീസ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ് കോഴിക്കോട് നിന്ന് ഈ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി, ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി. വന്നു അങ്ങനെ വന്നു. അപ്പം അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ആ ഒരു വാല്യൂ, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, ഞാൻ യൂട്യൂബിൽ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ അജാസ് സാർ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് എന്താ പറയുക, ഒരു ഗോഡ് ലൈക്ക് ഫിഗറാണ്. സാറ് പറഞ്ഞാൽ ഇത് വരും, ഇത് വരില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഫൈനാൻഷ്യൽസ് നോക്കിയപ്പോൾ ക്യാഷ് പോസിറ്റീവ് ആണ് ഡേ 1 മുതൽ. ഇന്നുള്ള ഏത് ടെക് നോക്കിയാലും റവന്യൂ ബേൺ ആണ് ഇൻവെസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ നല്ലൊരു ഇതാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഏപ്രിലാണ് ജോയിൻ ചെയ്തത്. ഇപ്പം ഒരു വർഷം, 1 year. അതായത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരേ സമയം ടീച്ചറുമാണ്, അതേപോലെ തന്നെ ഒരു CEO എന്നുള്ള രീതിയിൽ കമ്പനി മാനേജും ചെയ്യണം. അപ്പം രണ്ടും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ടീച്ചിങ്ങും ചെയ്യുന്ന ആളല്ല. അപ്പൊ എനിക്ക് ഓരോ ക്ലാസ് എടുക്കാൻ അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്തിട്ട്, അപ്പം ഒരു സ്ലൈഡിൽ ഇവിടെ എന്ത് കോമഡി പറയണം എന്നടക്കം ഒരു പരിധിവരെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആലോചിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുക, ഗ്രോത്ത് എന്നുള്ളതൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ ഒന്നെങ്കിൽ CEO ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചർ ആവണം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാൻ തീരുമാനിച്ചത് ടീച്ചർ ആവലാണ് ബെറ്റർ, ഇത് അക്ഷയ്ക്ക് കൊടുക്കാന്നുള്ള രീതിയിലാണ് അക്ഷയനെ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം അധികം ഒന്നുമില്ല അല്ലെ? ആ ഒരു ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡും ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു ബൂം സ്റ്റേജുകൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ, ലൈക്ക് ഹൗ യു കോമ്പറ്റീഷൻ, ഈ ഒരു എഡ്ടെക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു യുണീക്നെസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഫസ്റ്റ് ഒരു ബൂം വന്ന് വരെ വലിയ കുറേ കമ്പനീസ് ഒന്നും പോയി. പക്ഷെ അത് നമ്മൾ ഈ ഒരു പുതിയ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ 100 years ബാക്ക് റോട്ടർ ഫോൺസ് ആയിരുന്നു, അതിപ്പം ആർക്കെങ്കിലും ഇപ്പോഴത്തെ ജനറേഷന് പറഞ്ഞ അറിയും കൂടിയില്ല അല്ലേ. അതേപോലെ തന്നെ കാർസ്, ഇപ്പോൾ പുതിയ ഇലക്ട്രിക് വണ്ടി ഇതൊക്കെ വരുന്നു. ഒരു നമ്മളെ പേരൻസിൻ്റെ ജനറേഷനിലൊക്കെ ചോദിച്ചാൽ അന്ന് മാരുതി 800, അതും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് വരാൻ പോവാം. ആൻഡ് ദാറ്റ് ഈസ് എയ്ഡഡ് ബൈ ടെക്നോളജി, ദാറ്റ് ഈസ് എയ്ഡഡ് ബൈ AI. അപ്പം അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിലാണ്. ഇതിൽ എത്ര കോമ്പറ്റീറ്റീവ്സ് വന്നാലും മാർക്കറ്റ് സ്പേസ് ഇസ് സോ ബിഗ്, മനസ്സിലായില്ലേ. എവറിബഡി ക്യാൻ കോ എക്സിസ്റ്റ്. നമ്മളൊരിക്കലും ഓക്കെ ഇത് മാത്രമാണ്, വേറൊരു സ്ഥലത്ത് നല്ല ഇതുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന എവർഗ്രീൻ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ കൺട്രി മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിലേക്ക് നമ്മൾ ആക്ച്വലി കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് വന്നാൽ അത്രയും നല്ലതാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ആഡിങ് ടു ദ സൊസൈറ്റി, ഇറ്റ് ഈസ് ആഡിങ് ടു ദ GDP, ഇറ്റ് ഈസ് ആഡിങ് ടു കൺട്രീസ് ഗ്രോത്ത്. ഇപ്പം ഞാൻ പുറത്ത് കുറച്ചു കാലം നിന്ന ഒരാളെന്നുള്ള രീതിയിൽ വേൾഡ് ഈസ് ലുക്കിംഗ് അറ്റ് ഇന്ത്യ ഫോർ ദ നെക്സ്റ്റ് 10 years. ഇന്ത്യയിലാണ് ഇനി 10 വർഷത്തേക്ക് ഇത് വരാൻ പോകുന്നത്. അത് വരാനുണ്ടെങ്കിൽ പ്രൈമറി സംഭവം ഇസ് എഡ്യൂക്കേഷൻ, ആൻഡ് ദാറ്റ് ഈസ് വെയർ ഞങ്ങൾ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 100 years ആയിട്ട് ഒരുവിധം എല്ലാ മേഖലയിലും വമ്പിച്ച മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എഡ്യൂക്കേഷനിൽ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഇപ്പം ശംഭുവിന്റെ പാരന്റ് ഇരുന്ന് അതേപോലത്തെ ക്ലാസ് റൂമിലായിരിക്കും ശംഭുവും പഠിച്ചിട്ടുണ്ടാവാം. മേ ബി ശംഭുയുടെ കുട്ടികളും അതേ ക്ലാസ് റൂമിലായിരിക്കും. ചിലപ്പോൾ ഒരു ഡിജിറ്റൽ ബോർഡോ അല്ലെങ്കിൽ പ്രൊജക്ടറോ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. വേറെ കാര്യമായിട്ട് ഒരു മാറ്റവും മാത്രം. പക്ഷെ ആ മാറ്റമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്കൊരു മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തിങ്, ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഈ ഒരു ട്യൂഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രേഡിലെ ക്ലാസ്സിലെ ഫസ്റ്റ് വി ഹാവ് ടു കൺവിൻസ് ദർ പാരൻസ് അല്ലേ. അത് കഴിഞ്ഞിട്ടാണല്ലോ പിള്ളേരുടെ നമ്മളെന്ന് പറഞ്ഞാലും ദേ ഹാവ് ടു ഡിസൈഡ് എന്നുള്ളൊരു സംഭവമില്ലേ. അപ്പോൾ ഒരു പാരൻസും ആയിട്ടുള്ളൊരു കോൺടാക്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം ഇതില് ഒരു പാർട്ട് എന്താ വെച്ചാല് ഞങ്ങള് കോവിഡിന്റെ സമയത്താണ് തുടങ്ങിയത്. പക്ഷെ അതിനു മുമ്പ് ഒത്തിരി പ്ലേയേഴ്സ് വന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊരു റിയാലിറ്റിയാണ്. ഫോണില് കുട്ടികളെ ടാബില് കുട്ടികൾക്ക് പഠിക്കാന്നുള്ളത് ഇന്ത്യൻ പാരൻസ് അല്ലെ മലയാളി പാരൻസ് ആക്സെപ്റ്റ് ചെയ്ത സമയമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കൺവിൻസിങ് നമുക്ക് അവർക്ക് വേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുമ്പോൾ ഒന്ന്, നമ്മളിപ്പോൾ ഏത് കോഴ്സ് ഏത് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ആദ്യത്തെ ഒരു 15 ദിവസമൊക്കെ എന്തായാലും എന്തുണ്ടാവും, അവർക്കൊരു 100% റീഫണ്ട് പോളിസി ഉണ്ടാവും. കുട്ടി ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ്, വിത്തിൻ 15 days നമ്മൾ എത്രയാണോ ഫീ അടച്ച അത് മുഴുവനായിട്ട് നമ്മൾ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, അത് എപ്പോഴും നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫീസ് അടച്ച കുട്ടിയാണെങ്കിലും അല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ബൈ ഡിഫോൾട്ട് നമുക്ക് വരുന്ന മേജർ അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ ഒരു കുട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവൻ 6ാം ക്ലാസ്സിൽ നമ്മളെ ലൈവുകളും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അവനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടാണ് കുട്ടി 7ലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം കുട്ടിക്കും പാരൻസ് ഓൾറെഡി എന്തായിരിക്കും കൺവിൻസ്ഡ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ റീഫണ്ട് പോളിസിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വെക്കാറുണ്ട്. അപ്പം ബേസിക്കലി ഇത്രയും കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് 0 മാർക്കറ്റിംഗ് ആണ്. ഞങ്ങളൊരു കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ <1% കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. അത് മുഴുവൻ എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് വന്നിട്ട് ഉള്ളതാണ്. പക്ഷെ അതിനൊരു നെഗറ്റീവ് പാർട്ട് ഉണ്ട്. അതായത് ഇപ്പം കുട്ടികൾക്കും കുട്ടികളുടെ സ്റ്റഡീസിൽ ശ്രദ്ധിക്കുന്ന പാരൻസിനും മാത്രമേ എഡ്യൂപോർട്ടിനെ കുറിച്ച് അറിയുള്ളൂ. ഇപ്പം ഇവൻ എൻ്റെ കൂടെ NIT പഠിച്ച ചില ആൾക്കാരുടെ അനിയത്തിമാരൊക്കെ എഡ്യൂപോർട്ട് ആണ് കണ്ടോ പഠിക്കുന്നത്. അപ്പൊ അവര് വീട്ടിലെത്തുമ്പോൾ മാത്രം എടാ നിന്റെ ക്ലാസ് ആണല്ലോ പെങ്ങള് കാണുന്നതെന്ന് പറഞ്ഞ് എനിക്ക് അതുവരെ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പം ആ ഒരു പാർട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് സാധനം. അങ്ങനെ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്റ്റുഡൻസ് ഇപ്പം പണ്ടുള്ള പോലെ അല്ലേ, ഒരു പക്ഷേ അല്ലെ നമ്മൾ വളർന്ന സിറ്റുവേഷനും അല്ലെ ആ ടൈമിൽ ഉള്ള രീതിയിലുള്ള എക്സ്പോഷറും അല്ലെ അവർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെ അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ IQ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പോഷറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു 7th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെ അവരുടെ ഒരു ഇത് നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുമായിട്ട്? എൻ്റെ ഒരു പോയിന്റിൽ ഇങ്ങനെയുള്ള കുറെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ കുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഫോണ് ആക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്കൊരു അൺലിമിറ്റഡ് എന്റർടൈൻമെന്റ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ് ആണ് കിട്ടുന്നത്. അതിപ്പം പല സൈക്കോളജിക്കൽ സ്റ്റഡീസൊക്കെ ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് റിലേറ്റഡ് ആയി വന്നിട്ടുണ്ട്. അതായത് ഈ ഫോണിൽ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന അതേ അല്ലെ പഠിക്കുന്ന അതേ എഫേർട്ട് മതി എന്തിന് ഇൻസ്റ്റാഗ്രാം നോക്കാനും യൂട്യൂബ് കാണാനൊക്കെ. അപ്പൊ പലപ്പോഴായിട്ട് എന്താണ് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്ത് 2020 ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീമ്പൂറായിരുന്നു. നമ്മളെ ക്ലാസ്സസ് മാക്സിമം 25 minutes ആയിരിക്കും ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ ഉണ്ടാവുക.
കാരണം 25 മിനിറ്റ്സ് ആണ് ഒരു കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്. പക്ഷെ ഇപ്പം നമുക്കത് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, കുറച്ചും കൂടെ കുറക്കേണ്ടി വരുന്നത്. കാരണം 1 മിനിറ്റിൽ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതുകൊണ്ടുള്ള ഒത്തിരി അഡ്വാൻറ്റേജ് ആ സെയിം ടൈം ഉണ്ട്. അതായത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോസ് ചെയ്ത് നോക്കാം, റീവൈൻഡ് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ കുട്ടി എവിടെ എത്തി, എത്രയാണ് അവൻ്റെ ലെവൽ എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാ നീ ഫിസിക്സ് എന്താണ് 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ നീ പെർഫെക്റ്റ് ആണ്, പക്ഷെ 3ാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു പോയിന്റ് നീ ഒന്നുകൂടെ നോക്കേണ്ടതുണ്ട് എന്നൊക്കെ. അതൊക്കെ മുമ്പ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അവർക്ക് ഫിസിക്സ് അറിയാം, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ അറിയില്ല, അത്രേ അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പെർഫെക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ ചോദ്യത്തിന്റെ എന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ കുറച്ച് അറ്റൻഷൻ സ്പാനും കാര്യങ്ങളൊക്കെ ഒന്നും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിനൊരു 2 പോയിന്റ് ആഡ് ചെയ്യാം. അതായത് പോസിറ്റീവില് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷന് വാല്യൂ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർക്ക് വളരെ, നമുക്കൊന്നും ഇല്ലാത്തൊരു സാധനം. ഇപ്പം വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ജോബ് മുതൽ അവർ ആർലി വേജിലാണ്. 1 മണിക്കൂറിന് ഇത്ര പൈസ. അപ്പം നമ്മളോടൊക്കെ ഇപ്പോഴും നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് നമ്മുടെ വാല്യൂ ഓഫ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ ഭയങ്കര സ്മാർട്ടാണ്. അതായത് അവരുടെ വാല്യൂ അതായത് വാല്യൂ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നുന്നത് എഡ്യൂപോർട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് ഉള്ളത്. അതായത് പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഒക്കെ എനിക്ക് 30 മിനിറ്റ്സിൽ കിട്ടുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ എൻ്റെ വാല്യൂ ദേ ആർ ഏബിൾ ടു അപ്രീഷിയേറ്റ് ഓർ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ഒരു ജനറേഷൻ അതില്ല. നമ്മൾ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് 50 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റിന് കുറക്കാൻ വേണ്ടി രാത്രിത്തെ ഫ്ലൈറ്റ് എടുക്കും, 3 മണിയുടെ ഫ്ലൈറ്റ് എടുക്കും. അത് വന്ന് അവിടെ എത്തി അടുത്ത ദിവസം ഫുൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി പോകും. പക്ഷെ നമ്മൾ അങ്ങനെ വയേർഡ് അല്ല. എനിക്ക് 1 മണിക്കൂറിന് എൻ്റെ വാല്യൂ ഇതാ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഇന്റർനാഷണൽ എക്സ്പോഷർ, വെസ്റ്റേൺ ആൾക്കാരൊക്കെ അങ്ങനെ സംസാരിക്കുക ഒരു ആർലി ബേസിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. ദ നെഗറ്റീവ് സൈഡ് ഇസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പം എന്ത് സാധനവും പെട്ടെന്ന് വേണം. എനിക്ക് IIT-യിലേക്ക് 3 ആഴ്ച പഠിച്ചിട്ട് കയറാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പക്ഷെ അത് പല കുട്ടികളും മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് അവർക്കൊരു ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഊബർ ഫുഡ്, ടാക്സി വരും, സ്വിഗ്ഗിയിൽ ഫുഡ് വരും, സിനിമ ടിക്കറ്റ് എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ആണ്. അപ്പം ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ ദേ ഫീൽ ദാറ്റ് ഓക്കെ ഞാൻ 3 മാസം അല്ലെങ്കിൽ 3 വർഷം പഠിക്കേണ്ട സാധനം 3 ആഴ്ച കൊണ്ട് പഠിച്ചാൽ കിട്ടണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ മിസ്മാച്ച് ബിക്കോസ് ഓഫ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. യെസ്, ഓക്കെ. ഇപ്പം നമ്മൾ ഓൺലൈൻ ട്യൂഷനെ പറ്റി പറഞ്ഞു. എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു കാര്യം നോക്കുകയാണ്. ഇപ്പം 12th കഴിഞ്ഞ് വേണമെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന സ്റ്റുഡൻസും ഓഫ് കോഴ്സ് അവർക്കും അതൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പം എൻട്രൻസ് എന്ന് പറയുന്ന കോച്ചിങ് എന്ന് പറയുന്നത്? അതും ഇപ്പം ഇറ്റ്സ് ലൈക്ക് ബൂം പരിപാടിയാണ്. ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ്, പല സ്ഥലത്ത് പോകുന്നു. അതിപ്പം ഇതായിട്ടാണെങ്കിലും അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട് അതിലേക്ക്. കാരണം കഴിഞ്ഞ വർഷം നീറ്റ് എഴുതിയേക്കാളും JEE എഴുതിയേക്കാളും എത്രയോ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വർഷം അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ആ പ്രൊഫഷണൽ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എഡ്യൂപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 12th കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 പ്ലാനുകളാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ അവർക്ക് താമസിച്ച് പഠിക്കാം. അവരെ എൻഡ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്ത് ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. 2ാമത്തെ ഓപ്ഷൻ ഓൺലൈനായിട്ട് തന്നെ അവർക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം കണ്ടന്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ കൂടി ഈ റെസിഡൻഷ്യൽ ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവരുടെ സ്റ്റഡി എൻവയോൺമെന്റിന്റെ കൺട്രോളും കൂടെ എന്തുണ്ടാവും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം വീട്ടിലൊക്കെ ആയി പഠിക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല, എന്നാ ഒന്ന് ഇൻസ്റ്റ നോക്കാം. പാരന്റ്സിനും കുറച്ചുകൂടെ ഒരു ഉറപ്പ്. അപ്പം എൻഡ് ടു എൻഡ്, അതായത് രാവിലെ എഴുന്നേക്കുന്നത് മുതൽ അവര് എന്ത് പഠിക്കണം, ക്ലാസ് ഏത് സമയത്ത് എത്തണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് അത് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ എന്തായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് പഠനത്തിന് എപ്പോഴും 2 പാർട്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, രണ്ടാമത് അവരെടുക്കുന്ന എഫേർട്ടാണ്. അപ്പോൾ അവരെടുക്കുന്ന എഫേർട്ടിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവും നമ്മളുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആകുമ്പോൾ. ഓക്കെ. അപ്പോൾ അവിടെ ഇപ്പോൾ പഠിക്കുമ്പോൾ എത്ര സ്റ്റുഡൻസ് വരെ വരാം, അല്ല അന്നേരം അപ്പോൾ ടീച്ചേഴ്സിന് എത്ര ടീച്ചേഴ്സ് ഉണ്ടാവാം, അതൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ കാണുന്നവർക്കാണെങ്കിലും. ഞങ്ങൾ ഈ വർഷം ഒരു 2000 സ്റ്റുഡൻസ് ആണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ശരി. അപ്പം അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാണ്. അതേപോലെ തന്നെ അപ്പം നമ്മൾ ടീച്ചേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു കറക്റ്റ് ഒരു ക്രൈറ്റീരിയ ആണ്. ഒന്നുകിൽ ഒരു മിനിമം 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു ഫീൽഡിൽ. ഇനി ഇൻ കേസ് അത്ര ഇല്ലെങ്കിൽ അവരൊന്നെങ്കിൽ ഈ NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നോ പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കണം. അതായത് ഓൾറെഡി ഈ ഒരു പ്രോസസ്സ് കൂടെ കടന്നുപോയി എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല റാങ്കിൽ എത്തിയ ആൾക്കാരാണ് നമ്മൾ 10 ഇയേഴ്സിന്റെ. അപ്പം നമ്മളെല്ലാ ടീച്ചേഴ്സും ആ ഒരു ലെവലിലാണ്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി ടോപ്പ് റാങ്കേഴ്സിനൊക്കെ ടോപ്പ് 10 റാങ്കിലൊക്കെ വന്ന കുട്ടികളെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഒരു ഇതെല്ലാം അവിടെ ഉള്ളത്.
ഒരു പാരാമീറ്റേഴ്സ് എല്ലാം കടന്ന് വന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അതെ, അതായത് ബേസിക്കലി എഡ്യൂപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന്റെ ട്രസ്റ്റും വേർഡ് ഓഫ് മൗത്തും മാത്രമായിട്ടാണ് ഇതുവരെ എത്തിയത്. അതായത് പാരൻസും കുട്ടികളും വിശ്വസിച്ച് നെഞ്ചിലേറ്റത് കൊണ്ടാണ് മാത്രമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പം എന്തായാലും അവരുടെ ആ ഒരു വിശ്വാസം ഇനി അങ്ങോട്ട് നമുക്ക് കീപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ക്രെഡിബിലിറ്റി ആണ് നമ്മുടെ ഏറ്റവും വലിയ അസെറ്റ്. അതെ, ഒരു ബ്രാൻഡ്. ഇപ്പം ഒരു നോർമൽ ഒരു വ്യക്തി, ഇപ്പം അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് പഠിക്കണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം, ഹൗ മച്ച് ഐ ഷുഡ് പേ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. അതെങ്ങനെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണോ, അതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ് എങ്ങനെയായിരിക്കും? അത് ഇപ്പൊ ഓഫ്ലൈൻ ആണെങ്കിൽ 2 ചാർജ് ആണ്. ഒന്നൊരു ട്യൂഷൻ ഫീ എന്നുള്ള പാർട്ട് ഉണ്ടാവും, ശരി. അതേപോലെ തന്നെ ഹോസ്റ്റൽ ചാർജ് ഉണ്ടാവും. റെസിഡൻഷ്യൽ ആണെങ്കിൽ എൻട്രൻസിന്റെ. ഓൺലൈൻ ആണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. കാരണം നമുക്കത് മൾട്ടിപ്പിൾ ഒത്തിരി ആൾക്കാരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം കണ്ടന്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ജസ്റ്റ് ട്യൂഷൻ ഫീ മാത്രമാണ് വരിക. അതൊരു എനിക്ക് തോന്നുന്നത് നമ്മൾ 25,000 ഒരു ഫുൾ 11 monthsന്റെ പ്രോഗ്രാമിന് അക്കാഡമിക്കലി വരുമ്പോൾ ആണ് ഓൺലൈനിലേക്ക് വരുന്നത്. ഓഫ്ലൈൻ ആകുമ്പോൾ അത് കുറച്ചും കൂടെ കൂടുന്നുണ്ട്. പ്ലസ് അതിന്റെ ഹോസ്റ്റൽ ഫീയും കൂടെ ഉണ്ട്. 9,800 പെർ മന്ത് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫീഡ്ബാക്സ്, നല്ല ഫീഡ്ബാക്സ് കിട്ടുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമാണ്. യെസ്, വി ആർ ഗെറ്റിംഗ് ദ ഗുഡ് റെസ്പോൺസ് എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ഉണ്ടാവാം, എങ്കിലും ഒരു പെർട്ടിക്കുലർ പാരന്റ് വന്ന ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഹി വാസ് ലൈക്ക് ദിസ്, ഷീ വാസ് ലൈക്ക് ദിസ്, പക്ഷേ നമ്മളിവിടെ വന്നു, അതിനുള്ള ബെനിഫിറ്റ് കിട്ടി, വി ആർ സോ ഹാപ്പി എന്ന് കിട്ടിയ ഒരു 2-3 ഫീഡ്ബാക്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഏതൊക്കെ ആയിരിക്കാം? അങ്ങനെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഓഫ്ലൈനിലേക്ക് 2 വർഷമായിട്ട് എത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഓൺലൈൻ്റെ കേസിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവള് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം 10th മുതൽ അവൾ അതിന്റെ ട്രീറ്റ്മെന്റും കീമോതെറാപ്പി സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ അവള് 10th മുതൽ എഡ്യൂപോർട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +1 പഠിച്ചു, +2 ഇപ്പൊ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ 10th അവൾക്ക് ഫുൾ A+ ആണ്. +1 520-ൽ 518 മാർക്കുണ്ട്. 2 മാർക്ക് പോയത് ഇംഗ്ലീഷിൽ മാത്രമാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഞാനിങ്ങനെ കുട്ടികളായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കഥകൾ, അതുപോലെ പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട്, അതായത് ഒരു 10ാം ക്ലാസ് പഠിച്ചോണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം തളർന്നു പോയി. അപ്പം പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടി ഞങ്ങളെ കൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മാർക്കിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ 4 years എന്ന് വേണമെങ്കിൽ, ഈ ഇനീഷ്യൽ 4 years, അതും ആ ഒരു ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാവർക്കും ഫിനാൻഷ്യലി ഒക്കെ പ്രോബ്ലം ഉള്ള ടൈമാണ്. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഈ 4 years കൊണ്ട് ഇപ്പൊ നോർമലി ഒരു കമ്പനി നോക്കുമ്പോൾ അതിന്റെ ഒരു സക്സസ് വേണമെങ്കിൽ പറയാം ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ നോട്ട് ബാഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വാവ് എന്ന് പറയാം. അപ്പൊ ആ ഇത്രയും ഒരു പോയിന്റിൽ ഏതായിരിക്കാം നമ്മൾ നിങ്ങളുടെ എംപ്ലോയീസും അല്ലെങ്കിൽ നിങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദീസ് 4 years ടൈം? ഇതില് ഫൈനാൻഷ്യൽ പാർട്ടൊക്കെ അക്ഷയ് പറയും. പക്ഷെ എൻ്റെ കേസ് പറഞ്ഞല്ലോ, ഞങ്ങള് ഫസ്റ്റ് എടുത്ത ക്ലാസ്സിന്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഒരു ചെയറിൽ ഒരു ടീഷർട്ടും ഒരു ലുങ്കിയാണെന്ന് കയ്യിൽ തുണി എടുത്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിൽ നിന്ന് ഇപ്പം ഏകദേശം 50,000-ന് മുകളിൽ കുട്ടികൾ പെയ്ഡ് ആയിട്ട് എഡ്യൂപോർട്ടിൽ പഠിക്കുന്നുണ്ട്. 50,000 പെയ്ഡ് യൂസേഴ്സ്, 5.5 lakh സ്റ്റുഡൻസ് നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 500 lakh അത്രയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതായിട്ട് പഠിക്കും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്നതുല്യമായ നേട്ടം എന്ന് തന്നെയാണ് പറയാം. പക്ഷെ അപ്പോഴും എന്നെ സംബന്ധിച്ച് അല്ലെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു, അത് ഇപ്പം ശരിക്കും ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ആപ്പിള്, ടെസ്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ലോകത്ത് മൊത്തം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പം അതുപോലത്തെ ഒരു കമ്പനി ഒന്നും ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം ശരിക്കും എൻ്റെ ഒരു ഡ്രീം എന്താ വെച്ചാൽ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റണം എഡ്യൂപോർട്ട് എന്നാണ്. അതായത് കുറെ കാലം ചിലപ്പോൾ നമ്മളെ സമയത്തൊന്നും ചിലപ്പോൾ അത് നടന്നു വരില്ല. പക്ഷെ എന്നാലും എന്താണ്, ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങളായിരുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. ആ ഒരു ഇതാണ് ഇവിടെയുള്ള പല സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു എഡ്യൂക്കേഷൻ ഫീൽഡിനെ റവല്യൂഷനൈസ് ചെയ്ത ഒരു ബ്രാൻഡായി മാറണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വി ആർ പെർഫെക്റ്റ് അല്ലെ ഓക്കെ എന്നുള്ള സ്റ്റേജില്ല. ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ വർഷം വരെ നമ്മൾ വളരെ കുറച്ച് കുട്ടികളെയാണ് ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ, ഈ വർഷം അത് 2000 ആക്കി. ആൻഡ് അടുത്ത വർഷം നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് പോകുമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഗ്രോത്ത് ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് എപ്പോഴും സ്റ്റെപ്പ് അഹെഡ് ഉണ്ട്. അതെ, എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. അത് പിന്നെ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞ ഈ കമ്പനീസിൽ ഊബറിലും ടെസ്ലയിലൊക്കെ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത വേഴ്സോ ക്യാപിറ്റലാണ് എഡ്യൂപോർട്ടിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റർ. അത് അടുത്ത ആഴ്ച ന്യൂസിലൊക്കെ വരും. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവർ ആദ്യമായിട്ടാണ്
ഊബറിന്റെയും ടെസ്ലന്റെ ഒക്കെ ഫൗണ്ടേഴ്സ് ആയിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ എജുപോർട്ടിലേക്കും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ മൈൽ സ്റ്റോൺ ആണ് അവിടെ ക്ലിയർ ആവുന്നത്. ഒരു മേജർ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇതൊരു അല്ലാതെ നോക്കുമ്പോൾ ഒരു ചാലഞ്ചസ് 1-2 ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? നമുക്ക് ഈ ടെക് ഇത് ചാലഞ്ച് ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സ് അതിപ്പം നമ്മൾ കേരള ഗവൺമെന്റും സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്വാളിറ്റി നമ്മളിപ്പോൾ ചെയ്യുന്ന ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ വേൾഡ് ക്ലാസ് പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. അപ്പം അത് ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഏറ്റവും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കണ്ട് വലിയ വലിയ കമ്പനിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ചാലഞ്ചാണ്. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മൾ കേരളത്തിൻ്റെ ടെക് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളത് ടാലന്റ് സൈഡിൽ നമുക്കൊരു ചാലഞ്ച് ആണ്. അതൊരു റിയാലിറ്റിയാണ് കേട്ടോ. എനിക്കറിയില്ല നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. അതായത് തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമാണ്. ആളുകൾക്ക് ജോലിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈഡ് ഉണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ബാക്കി ഫൗണ്ടേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള അടിപൊളി ടാലന്റിനെ കിട്ടാനും ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള അത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ആ ഫീൽഡ് സോർട്ട് ഔട്ട്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നാണ്. അതായത് ഒരേ സ്ഥാനത്ത് ജോലി അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നടക്കുന്നത്, അതേപോലെ തന്നെ നല്ല ജോലിക്കാരെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർ അതെ അതെ. ഫൈനലി ഇനി ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 4C എന്നുള്ളതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? നമ്മൾ അഡാപ്റ്റ് ആണ് നമ്മുടെ മെയിൻ ഒരു ഇത്. അതായത് ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു ടെക്നോളജിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ബാക്കി സ്റ്റേറ്റ്സിലേക്ക് സ്കെയിൽ ചെയ്യാം. അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പം ടെക്നോളജി മാത്രമല്ല, കൾച്ചർ ഒരു പാർട്ടാണ്. നമ്മൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ അല്ല തമിഴ്നാട് മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആന്ധ്ര ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു 2 ഇയേഴ്സിൽ സൗത്ത് ഇന്ത്യ മാർക്കറ്റ് പെനിട്രേഷൻ ആണ് നമ്മുടെ സ്ട്രാറ്റജിയിലുള്ളത്. അതും ഡിപ്പെൻഡിങ് ഓൺ ഈ പറയുന്ന ടെക്നോളജി സൈഡ് സോർട്ടഡ് ആണ്. ഇനി ബാക്കി സൈഡുകളും കൂടെ നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പല B2B ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉള്ളൊരു സിസ്റ്റം റെയറാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ലൈൻഡ് അപ്പ് ആണ്. എല്ലാം നമ്മൾ അതിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ അതെല്ലാം അനൗൺസ് ചെയ്യുന്നതാണ്. അതെ, കഴിഞ്ഞിട്ട് ഇനി ഒരു വരെ വരാം. അതായത് നമ്മൾ ഒരു ഗ്ലോബൽ എഡ്ടെക് പ്ലാറ്റ്ഫോം ആവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. ഈ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷൻസിനാണെങ്കിലും 12th ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി AI. ദാറ്റ് ഈസ് ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം. ഉണ്ടെങ്കിൽ യു കൻ ഡയറക്ട്ലി കം. എനിക്കറിയാം ഒരുപാട് പേരുണ്ട്, ബട്ട് സ്റ്റിൽ ഇനിയും ആൾക്കാരെ സീക്ക് ചെയ്യാൻ ഹെൽപ്പ്. റോങ് നമ്പറിൽ പറ്റിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. സോ എന്താണ് ഫൈനലി പറയാനുള്ളത് നമ്മുടെ ലിസണേഴ്സിന്? അതൊക്കെ അവസാനം പറയാനുള്ളത്, നിങ്ങളാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചത്. അപ്പം എന്താണ് അതിൻ്റെ നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാവും. അപ്പം എന്താണോ നിങ്ങൾക്ക് ഞങ്ങൾ പ്രോമിസ് ചെയ്തത് അത് അവസാനം വരെ ഞങ്ങൾ കീപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ എല്ലാവർക്കും കൂടെ അഷ്വർ ചെയ്യാണ്. അടിപൊളി, സൂപ്പർ. താങ്ക് യു സോ മച്ച്.